തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമർശം രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. പരാമർശത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നു. അതേസമയം വിസ്മയം പ്രതികരണത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് CPIM. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ പക്കലേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. മുന്നണി വിപുലീകരണം സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയം കേരള കോൺഗ്രസ് അല്ലെന്ന് വ്യക്തമായതോടെ ഇക്കാര്യത്തിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങൾ ഒരു വിസ്മയത്തെക്കുറിച്ചും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക. വിസ്മയം ജനങ്ങളുടെ പിന്തുണയല്ലേ, അതല്ലേ ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF തോൽവിയാണ് വരാനിരിക്കുന്ന വിസ്മയമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പരിഹസിച്ചു. കോൺഗ്രസിലെത്തിയ ഐഷ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് വിസ്മയം പരാമർശത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് ജയിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്കുകൂട്ടുന്ന UDFന്റെ ആസന്നമായ തോൽവിയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം. ഇപ്പോൾ വിസ്മയം തീർക്കുമെന്നാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വിസ്മയം തീർക്കൂത്രേ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നു. അങ്ങനെ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ആരെ പിടിച്ചത്? ഐഷ പോറ്റി. തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ നേതാക്കളെയും കക്ഷികളെയും മുന്നണിയിലേക്ക് എത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.